ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ബാംഗ്ലൂർ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എവിടെയെങ്കിലുമൊക്കെ പോകാം എന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിതേ മൈസൂർ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ ബാംഗ്ലൂർ ഉണ്ടായിട്ട് ഞാൻ മൈസൂർ പോയിട്ടുണ്ട് ഒരു തവണ പണ്ട് കേരളത്തിലുണ്ടായിരുന്ന സമയത്ത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അത് ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു 2.5 to നിയർ ടു 3 hours ഉള്ളൂ ഇവിടെ എത്താനായിട്ട്. അപ്പം നമ്മൾ രാവിലെ ഇറങ്ങി ഒരു 6 മണിക്കായിരുന്നു ട്രെയിൻ എന്ന് പറയുന്നത്. 7 മണിയായി. നമ്മളൊരു 10 മണിയായപ്പോൾ എത്തിയ ഉടനെ തന്നെ നമ്മളിത് ലഗേജൊക്കെ ഹോട്ടലിൽ വെച്ചിട്ട്, ലഗേജ് എന്ന് പറയാൻ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബാഗ് മാത്രം വെച്ചിട്ട് നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് മൈസൂർ പാലസിലാണ്. മൈസൂർ പാലസിൽ ഓക്കെ എന്ന് പറയാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മേ ബി ഒരു തവണ വന്നതുകൊണ്ടായിരിക്കാം. ആർക്കിടെക്ചറൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അധികം എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു മേഖലയല്ല അത്. പിന്നെ അച്ഛനും അമ്മയൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചൊന്നും ഒരു തവണ വരാമെന്ന്. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസാണ് എനിക്ക് എപ്പോഴും അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. 120 150 രൂപയൊക്കെ അടുപ്പിച്ചാണ്. പക്ഷെ അത്രയ്ക്കുമുള്ളൊരു വേർത്തൊന്നും ഇല്ല അകത്ത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മൾ ജസ്റ്റ് കണ്ടു. അതിനുശേഷം നമ്മൾ കരാഞ്ചി ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്കിൽ വന്നു. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് വന്നതാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. 60 റുപ്പീസായിരുന്നു ഇവിടെ എൻട്രി എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മളത് ഈ ബോട്ടിങ് ചെയ്തു. നമ്മൾ പെഡൽ ബോട്ടിംഗ് ആണ് എടുത്തിട്ടുള്ളത്. പെഡൽ ബോട്ടിംഗ് ആണെങ്കിൽ അതിന് 60 റുപ്പീസാണ്. നിങ്ങൾക്ക് ഡ്രൈവർ വേണമെന്നുണ്ടെങ്കിൽ 400 റുപ്പീസാണ്. നമുക്ക് തന്നെ ചെയ്ത് പോകണം എന്നായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെഡലാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് RRRലാണ് വന്നിട്ടുള്ളത്. മൈസൂർ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ മീൽസും ദോശയും ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ മീൽസാണ് പറഞ്ഞത്. മീൽസും ഫിഷും പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ റൂമിൽ വന്നു. ഞാനിവിടെ വന്നിട്ട് കാര്യമായിട്ട് പറയുന്നുണ്ട്, ഒരു വോയിസും ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സൗണ്ട് മാറ്റിയത്. ഞാൻ ഇനിയുള്ള പ്ലാൻ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നു. അവിടെ ഹോട്ടലിൽ തന്നെയാണ് ചായ കുടിച്ച് ചായയും പക്കോടയും കഴിച്ചു. അതിനുശേഷം പോയി റെഡിയായിട്ട് നമ്മളത് ഇപ്പോൾ പോകുന്നത് ബൃന്ദാവൻ ഗാർഡൻസിലാണ്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ മണി 7 ആവാറായി. പിന്നെ വേഗം ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറി. ഇവിടെയും കൈൻഡ് ഓഫ് ഒരു 120 റുപ്പീസിന് അടുപ്പിച്ചായിരുന്നു ടിക്കറ്റ്. പക്ഷേ ഇത് പിന്നെയും വേർത്തായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറച്ചും കൂടെ എൻജോയ് ചെയ്തു. ഇങ്ങനത്തെ കുറച്ച് ഫൗണ്ടൻ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളവിടെ കണ്ടുകൊണ്ട് നിന്നു. പിന്നെ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നടന്ന് കാണാനുള്ളൊരു രസമുണ്ട് കാണാൻ. പിന്നെ വൺ ടൈം വിസിറ്റ് ആയിട്ടുള്ള പ്ലേസസ് ആണ് കേട്ടോ ഇവിടെ മിക്കതും ഞാൻ കണ്ടത്. വീണ്ടും നമുക്ക് വരാൻ തോന്നുന്ന സ്ഥലങ്ങളൊന്നും ഇല്ല. ഒരു തവണ വന്നൊന്ന് കാണുക എന്നുള്ളത് മാത്രം. അച്ഛനും അമ്മയൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഈ സ്ഥലത്ത് തന്നെ വന്നത്. മൈസൂർ പാലസും ബൃന്ദാവൻ ഗാർഡൻസും മെയിൻ അട്രാക്ഷൻസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ. കാരണം നമ്മൾ കേട്ടിട്ടുള്ള സ്ഥലങ്ങൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും പോകണം എന്ന് വിചാരിച്ച സ്ഥലങ്ങൾ, അച്ഛനും അമ്മയൊക്കെ ഒത്തിരി കേട്ട സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് വന്നത്. അതിനുശേഷം രാത്രി നമ്മൾ സംസമിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഇവിടെ സംസം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പാളയം സംസമാണ് കേട്ടോ ഓർമ്മ വന്നു. പക്ഷേ ഫുഡ് അവിടുത്തെ പോലെ അല്ല, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു ചിക്കൻ ലോലിപോപ്പും പിന്നെ ഗീ റൈസും ചിക്കൻ്റെ ഒരു ഗ്രേവി പോലത്തുവാണ് പറഞ്ഞത്. പക്ഷേ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാനും അമ്മയും കൂടെ അവിടെ കയറിയിട്ട് ആദ്യം അച്ഛനും കൂടെ വെജ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉടുപ്പി ഓർഗാനിക് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ് വന്നത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്ന് 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ രാവിലെ ചാമുണ്ഡി ഹിൽസിൽ പോകാമെന്ന് വിചാരിച്ചു. കാര്യം ഇവിടെ വന്ന ഒരു മെയിൻ അട്രാക്ഷൻ ആണല്ലോ അതൊക്കെ. ഞാൻ ഒരു തവണ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 7:45 നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് ചാമുണ്ഡി ഹിൽസിൽ പോകും. എന്നിട്ടൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ നമ്മൾ തിരിച്ചു വരും. എന്നിട്ട് പാക്കൊക്കെ ചെയ്തിട്ട് 3 മണിക്കാണ് നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത്. നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. കാര്യം നമുക്ക് നേരത്തെ പോകണം, എന്നാലേ ചാമുണ്ഡി ഹിൽസിൽ വലിയ തിരക്കില്ലാണ്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 7 മണിക്ക് കഴിഞ്ഞ് ഒരു 7:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് പ്ലാൻ. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തി. നമ്മുടെ ബാംഗ്ലൂർ ട്രാഫിക്ക് പോലെയൊന്നും ഇല്ല, എന്നാലും കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒടുക്കത്തെ ക്യൂ. 50 രൂപയുണ്ട്, 100 രൂപയ്ക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്പെഷ്യൽ ക്യൂസ് ഉണ്ട്. എല്ലാ ക്യൂവും ഒരുപോലെ തന്നെയാണ്, നല്ല ക്യൂവും. അങ്ങനെ നമ്മളൊരു 1.5 മണിക്കൂറോളം ക്യൂവിൽ നിന്നു. നമ്മളവിടെ എത്തിയപ്പോൾ 8:30 9 മണിയപ്പോൾ എത്തി. പക്ഷേ എന്നാലും നല്ല ക്യൂ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് നമ്മളൊരു 11 മണിയെ തിരിച്ചറിയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ കയറുക, ജസ്റ്റ് ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അമ്പലമുണ്ട്, ചാമുണ്ഡി ക്ഷേത്രമുണ്ട്, അവിടെ തൊഴാം, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പിന്നെ കുറേ കടകളുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വന്നു. തിരിച്ചെത്തിയപ്പോൾ 12:30 മണി കഴിഞ്ഞു. നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ലഞ്ച് കഴിച്ചു. അതിനുശേഷം നമ്മളിതേ ഒരു ക്യാബ് എടുത്തിട്ട് നമ്മളിതേ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഇപ്പോൾ 2 മണി കഴിഞ്ഞു. 2:50 നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റേഷനിൽ വന്നിട്ട് തിരിച്ച് നമ്മൾ ബാംഗ്ലൂരേക്ക് പോവാണ്. ഒരു കുട്ടി ട്രിപ്പാണ് കേട്ടോ. ഒരു 1.5 ഡേ എന്ന് പറയാം. അച്ഛനും അമ്മയും കൊണ്ട് എവിടെയെങ്കിലും പോകണം എന്നുണ്ടായിരുന്നു. മൈസൂർ പോയിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു.